ആ കള്ളന്റെ പുറകെ ഓടുകയാണ് ശാലിനി. പക്ഷെ ഹെൽമെറ്റ് എടുത്തെറിഞ്ഞിട്ട് പോലും കള്ളൻ അത് കൊള്ളുന്നില്ല. അന്നേരം അവിടെ ജീപ്പിന്റെ പുറത്തിരിക്കുന്ന വിഷ്ണു കള്ളന്റെ പുറകെ ഓടുന്ന ശാലിനിയെ കാണുകയാണ്. ഇത് കണ്ട വിഷ്ണു തൊട്ടടുത്തിരുന്ന ബൈക്കിൽ നിന്ന് ഹെൽമെറ്റ് എടുത്ത് കള്ളന് നേരെ എറിയുകയാണ്. പക്ഷെ ഏറ് കൊള്ളുന്നത് പൂവുമായി വരുന്ന പൂക്കാരനാണ്. പൂക്കാരന്റെ കയ്യിലിരുന്ന കുട്ടയിലെ പൂ മുകളിലേക്ക് തെറിക്കുകയാണ്. ആ പൂ വന്നു വീഴുന്നത് ശാലിനിയുടെ മുകളിലേക്കാണ്. അന്നേരം ശാലിനിയെ തന്നെ നോക്കി നിൽക്കുകയാണ് വിഷ്ണു. വിഷ്ണു എറിഞ്ഞ ഹെൽമറ്റും ശാലിനിയുടെ കൈകളിലേക്ക് എത്തുകയാണ്. പെട്ടെന്ന് ശാലിനി ആ ഹെൽമറ്റ് എടുത്ത് കള്ളനെ എറിയുകയാണ്. ഏറുകൊണ്ട കള്ളൻ താഴെ വീഴുകയാണ്. ഇതൊക്കെ കണ്ട അത്ഭുതത്തോടെ ശാലിനിയെ തന്നെ നോക്കി നിൽക്കുകയാണ് വിഷ്ണു. അന്നേരം ആ കള്ളന് ചുറ്റും ആളുകൾ കൂടുകയാണ്. കള്ളന്റെ കയ്യിൽ നിന്നും ബാഗ് എടുത്ത ശേഷം ശാലിനി ചോദിക്കുകയാണ്, എന്ത് തോന്നിയാസോടോ താനെ കാണിക്കുന്നത്? പട്ടാപ്പകൽ ഈ പിടിച്ചുപറിക്കുള്ള ശിക്ഷ എന്താണെന്ന് അറിയാമോ? IPC 378. ജയിലിൽ കിടന്ന് ഉണ്ട തിന്നാം ഗോതമ്പുണ്ട. ഉള്ളുകൊണ്ട് ആ കള്ളൻ പറയുകയാണ്, ഉപദ്രവിക്കരുത് കൊച്ചേ, ജോലിയെല്ലാം പോയി, മക്കൾക്ക് എന്തെങ്കിലും തിന്നാൻ കൊടുക്കണ്ടേ? കയ്യിൽ 10 പൈസയില്ല, അങ്ങനെ ഇറങ്ങിയതാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു സാഹസം. കൊച്ചു പോലീസിൽ പിടിച്ചു കൊടുക്കരുത്, കുടുംബം ഒന്നോടെ ചത്തുകളയും എന്നൊക്കെ പറഞ്ഞ് തൊഴുകയാണ് ശാലിനിയെ ആ കള്ളൻ. എഴുന്നേൽക്കടോ എന്ന് പറയുമ്പോൾ കള്ളൻ എഴുന്നേൽക്കില്ല. ദേഷ്യപ്പെട്ട് ശാലിനി പറയുകയാണ്, എഴുന്നേൽക്കടോ, പോകാൻ എന്ന് പറയുകയാണ് ശാലിനി. അവിടെ നിന്നേ എന്ന് പറഞ്ഞിട്ട് ബാഗിൽ നിന്നും കുറച്ച് കാശെടുത്ത് കള്ളന് നേരെ നീട്ടിയിട്ട് പറയുകയാണ്, കുട്ടികൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്ക്, ഇനി ഞാൻ കാരണം ഒരു കൂട്ട ആത്മഹത്യ വേണ്ട. കാശ് വാങ്ങി തൊഴുത ശേഷം കള്ളൻ പോവുകയാണ്. ഇതൊക്കെ കണ്ട് ശാലിനിയെ തന്നെ നോക്കി സന്തോഷത്തോടെ നിൽക്കുകയാണ് വിഷ്ണു പറയുകയാണ്, എന്റെ അമ്മയെ പോലെ തന്നെ പണം തട്ടിയെടുക്കാൻ വന്നപ്പോൾ രക്തചാമുണ്ടി, കാല് പിടിച്ച് കാര്യം പറഞ്ഞപ്പോൾ ഭക്തവത്സല, ഈ അവതാരം കൊള്ളാമല്ലോ എന്നും പറഞ്ഞ് ശാലിനിയെ തന്നെ നോക്കി നിൽക്കുകയാണ് വിഷ്ണു. അതിനുശേഷം ശ്യാമ ശാലിനിയോട് ചോദിക്കുകയാണ്, ചേച്ചി എന്തിനാ അയാൾക്ക് കാശ് കൊടുത്തത്? അച്ഛൻ കാവലില്ലാത്ത ഒരു വീടിന്റെ സങ്കടം നമ്മളെക്കാൾ വേറെ അല്ലാതെ ആരാണ് മനസ്സിലാക്കുക? നീ വാ എന്നും പറഞ്ഞ് ശ്യാമയും കൂട്ടി പോവുകയാണ് ശാലിനി. അതിനുശേഷം ഹെൽമറ്റുമായി വിഷ്ണുവിന്റെ അടുത്തേക്ക് വരികയാണ് ശാലിനി. വിഷ്ണുവിന്റെ അടുത്തെത്തിയ ശാലിനിയെ തന്നെ നോക്കി നിൽക്കുകയാണ് വിഷ്ണു. ശാലിനി ചോദിക്കുകയാണ്, ഈ ഹെൽമെറ്റ് നിങ്ങളുടെയാണോ? അതെ. അതിനുശേഷം ശാലിനി ഹെൽമെറ്റ് വിഷ്ണുവിന് കൊടുക്കുകയാണ്. വിഷ്ണു അത് വാങ്ങുന്നു. അതിനുശേഷം ശാലിനിയെ തന്നെ നോക്കി നിൽക്കുന്നു. അതിനുശേഷം ആ ഹെൽമെറ്റിന്റെ ഉടമസ്ഥൻ വന്ന് ചേട്ടാ ഹെൽമെറ്റ് എന്ന് ചോദിക്കുകയാണ്. വിഷ്ണുവിന്റെ കൂട്ടുകാരൻ ദേഷ്യപ്പെട്ട് പറയാണ്, നിന്റെ ഹെൽമെറ്റ് കസ്റ്റഡിയിലെടുത്തോ, വേഗം പൊയ്ക്കോ. ഇതൊന്നും ശ്രദ്ധിക്കാതെ ദൂരേക്ക് തന്നെ മാഞ്ഞു പോകുന്ന ശാലിനിയെ തന്നെ നോക്കി നിൽക്കുകയാണ് വിഷ്ണു. പിന്നീട് കാണിക്കുന്നത് ദേഷ്യപ്പെട്ടിരിക്കുന്ന രാജേശ്വരിയാണ്. അവിടേക്ക് ഗോപാലകൃഷ്ണൻ വരികയാണ്. നടന്നു പോകുന്ന ഗോപാലകൃഷ്ണനെ കാൽ കൊണ്ട് തട്ടി വീഴ്ത്തുകയാണ് രാജേശ്വരി. എന്തോന്നാ രാജേശ്വരി നീ ഈ ചെയ്യുന്നത്? മനുഷ്യനെ കൊല്ലാനാണോ നിന്റെ ഉദ്ദേശം? അതെ, കൊല്ലണം, അത് തന്നെയാണ് എന്റെ ഉദ്ദേശം. നിങ്ങളെ പോലുള്ളവർ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ നല്ലത് അത് തന്നെ ഈ ഭൂമിക്ക് ഒരു ഭാരമാണ്. അതിനി ഞാൻ എന്ത് ചെയ്തു എന്നാണ് നീ പറയുന്നത്? നോക്ക്, നീ കഴിഞ്ഞതൊക്കെ വിട്, എപ്പോഴും അത് തന്നെ ആലോചിച്ചു കൊണ്ടിരിക്കാതെ. കൊള്ളാം, കഴിഞ്ഞതെല്ലാം അങ്ങ് വിടണം അല്ലേ? അല്ല, എന്തൊക്കെയാണാവോ ഈ ഞാൻ വിടേണ്ടത്? ക്ഷേത്രത്തിൽ ദേവിക്ക് പ്രസാദം ഒരുക്കേണ്ടത് ഈ ഞാനായിരുന്നില്ലേ? ഞാൻ ആദ്യം ആരതി തൊഴേണ്ടതും പ്രസാദം തൊടേണ്ടതും ഈ ഞാനായിരുന്നു. ഈ ഞാൻ നാളികേരം ഉടക്കേണ്ടതും വിഗ്രഹം ചുമക്കേണ്ടതും നാട്ടുകാർക്ക് മുൻപിൽ തല ഉയർത്തി നടക്കേണ്ടതും ഈ രാജേശ്വരി ആയിരുന്നില്ലേന്ന് അലറി വിളിച്ച് ചോദിക്കുകയാണ് രാജേശ്വരി. തീർന്നില്ല, മൈക്കിലൂടെ വിളിച്ചു പറയേണ്ടത് ഈ രാജേശ്വരിയുടെ പേരായിരുന്നു. എന്നിട്ട് അത് നടന്നോ? ഇല്ല. ഈ നാട്ടുകാർക്ക് മുൻപിൽ നാണം കെട്ടില്ലേ ഈ രാജേശ്വരി? എന്നിട്ടും നിങ്ങൾ പറയുന്നു എല്ലാം അങ്ങ് വിട്ടേക്കാൻ. കഷ്ടം തന്നെ. വർഷം ഇത്ര കഴിഞ്ഞിട്ടും അവളുടെ ഭർത്തഭക്തിക്കാണ് നാട്ടുകാർ വില കൊടുക്കുന്നത്. ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ച് നിങ്ങളുടെ ആഗ്രഹം തീർത്ത ഞാൻ വെറുമൊരു പാഴ്ജന്മം. എവിടെ നോക്കിയാലും എപ്പോൾ നോക്കിയാലും ശാരദാമ്മ 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 ഇറക്കുന്നുണ്ട് എനിക്കവളെ കൊല്ലാൻ. പേടിച്ച് ഗോപാലകൃഷ്ണൻ ചോദിക്കുകയാണ്, അതിനിപ്പോ എന്ത് ചെയ്യണമെന്നാണ് രാജേശ്വരി നീ പറയുന്നത്? അവളെ ഒരു പാഠം പഠിപ്പിക്കണം. ആ ശാരദ എന്ന് പറഞ്ഞ് വീണ്ടും അലറി വിളിക്കുകയാണ് രാജേശ്വരി. എന്താ, പറ്റുമോന്ന്? അന്നേരം അവിടേക്ക് രാജേശ്വരിയുടെ അനിയനും അനൂപും എത്തുകയാണ്. അനിയൻ പറയുകയാണ് അനൂപിനോട്, ദേ അവിടെ നിന്നേ, അവിടെ ഒരു ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ? ഇപ്പൊ ചെന്ന് കേറിക്കൊടുത്താൽ നമ്മളെ കൂടെ അവിടെ ഇട്ട് പഠിപ്പിച്ചു കളയും. ചേച്ചി ഒന്ന് നിന്നിട്ട് കയറാം. രാജേശ്വരി വീണ്ടും തുടരുകയാണ്, ആ പേട്ട് ചായക്കട, ഹോട്ടൽ കുടുംബശ്രീ, അതാണ് അവളുടെ ശക്തി. അതുകൊണ്ടാണ് അവളും അവളുടെ മക്കളും ജീവിച്ചു പോകുന്നത്. അവിടെ വേണം വിഷം കലക്കാൻ. അത് കേട്ട് അമ്പരന്ന് ഗോപാലകൃഷ്ണൻ പറയുകയാണ്, മഹാപാപം പറയരുത്, അതുങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ചു പൊയ്ക്കോട്ടെ, നമുക്കെന്താ നഷ്ടം? കേട്ട് ഗോപാലകൃഷ്ണനെ കളിയാക്കിയാണ് രാജേശ്വരി. അയ്യോ, എനിക്കിനി മരിച്ചാൽ മതി, എനിക്ക് മതിയായി. ഇത്രയും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുകയാണ് രാജേശ്വരി. അത് കണ്ട് അനിയൻ ചോദിക്കുകയാണ്, എന്ത് പറ്റി ചേച്ചി? ഇനി എന്തു പറ്റാനാടാ? നിന്റെ അളിയന് ഇപ്പോഴും ഇഷ്ടം എന്നെയല്ല, ആ ശാരദയാണ്. അയ്യോ, എന്താ അളിയ ഞാൻ ഈ കേൾക്കുന്നത്? ഗോപാലകൃഷ്ണൻ പേടിച്ചു പറയണ, എടാ അത് ഞാൻ അങ്ങനെയൊന്നും
അല്ല, ചേച്ചിക്ക് എന്താ ഇപ്പോ അങ്ങനെ തോന്നാൻ? ശാരദയുടെ കട ഒഴിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങേര് പറയുകയാണ് പാവങ്ങളല്ലേ ജീവിച്ചു പൊയ്ക്കോട്ടെ എന്ന്. അപ്പൊ അവള് പാവം, ഞാൻ ദുഷ്ടയും അല്ലേ? അങ്ങനെയല്ലേടാ അതിന്റെ അർത്ഥം. അളിയാന്ന് നീട്ടി വിളിക്കുകയാണ് അനിയൻ. എടാ പിന്നെ ഞാൻ ആ അർത്ഥത്തിലല്ല അങ്ങനെ പറഞ്ഞത്. അളിയ ഇഞ്ഞു വന്നേ പറയട്ടെ എന്ന് പറഞ്ഞ് ഗോപാലകൃഷ്ണനെ കൂട്ടി ദൂരേക്ക് പോവുകയാണ് അനിയൻ. അളിയന് കട ഒഴിപ്പിക്കാമെന്ന് പറഞ്ഞേക്ക്, അപ്പൊ പ്രശ്നം തീരും. അതെങ്ങനെ ഒഴിപ്പിക്കുമെന്നാണ് നീ പറയുന്നത്? എങ്ങനെയും തൽക്കാലം ഒരു വാക്ക്. ചേച്ചിയുടെ ദേഹത്ത് ബാധ കൂടിയാൽ അറിയാമല്ലോ. തൽക്കാലം ഈ ബാധ ഒഴിപ്പിക്കാൻ ഈ ഒരു വഴിയേ ഉള്ളൂ. ചായക്കട നമുക്ക് ഒഴിപ്പിക്കാം. അതുകൊണ്ട് രാജേഷ് ചോദിക്കണം, എന്താടാ അവിടെ ഒരു സ്വകാര്യം? ഏയ് ഒന്നുമില്ല ചേച്ചി, സംഗതി സോൾവായി. സോൾവായി എന്ന് പറഞ്ഞാൽ ശാരദാമ്മയുടെ ചായക്കട നമ്മൾ ഒഴിപ്പിക്കുന്നു, അതാണ് തീരുമാനം. പ്രശ്നം സോൾവ് ആക്കാൻ വേണ്ടി അനിയൻ വീണ്ടും പറയാണ്, അപ്പൊ പ്രശ്നമെല്ലാം തീർന്നില്ലേ? അളിയൻ എങ്ങോട്ട് പോണമെന്ന് പറഞ്ഞായിരുന്നല്ലോ. ധൈര്യമായിട്ട് പൊയ്ക്കോ എന്ന് പറഞ്ഞ് ഗോപാലകൃഷ്ണനെ പുറത്തേക്ക് പറഞ്ഞു വിട്ടിട്ട് അനൂപിനെയും കൂട്ടി അകത്തേക്ക് പോവുകയാണ് അനിയൻ. അവരൊക്കെ പോയ ശേഷം രാജേശ്വരി പറയുകയാണ്, നിന്റെ ആ ചായക്കട ഒഴിപ്പിക്കുക മാത്രമല്ലടി, തൊണ്ട നനയ്ക്കാൻ ഒരു തുള്ളി വെള്ളം ചോദിച്ച് നിന്നെയും നിന്റെ മക്കളെയും ഇവിടെ വരുത്തിക്കും ഈ രാജേശ്വരി. ഞാനൊരു തീക്കട്ടയാണ്, എന്നെ തൊട്ടാൽ കരിച്ചു കളയും ഞാൻ, കരിച്ച് ചാമ്പലാക്കും ഈ രാജേശ്വരി. പിന്നീട് കാണിക്കുന്നത് കവലയിൽ രാത്രി ജീപ്പിന് പുറത്ത് ഹെൽമറ്റും തടവിയിരിക്കുന്ന വിഷ്ണുവിനെയാണ്. വിഷ്ണുവിന്റെ കൂട്ടാളികളൊക്കെ കളക്ഷൻ എണ്ണുകയും കണക്കെഴുതുമൊക്കെ ചെയ്യുകയാണ്. ആ ഹെൽമറ്റ് തടവിക്കൊണ്ട് വിഷ്ണു അന്നുണ്ടായ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ്. പൂ വീണതും ഹെൽമറ്റ് കൊണ്ട് ശാലിനി കൊടുത്തതുമൊക്കെ ആലോചിക്കുന്നു. വിഷ്ണുവിന്റെ രണ്ട് കൂട്ടുകാരിരുന്ന് കണക്കെഴുതിയും ഒരാളിരുന്ന് മദ്യപിക്കുകയും ചെയ്യുകയായിരുന്നു. മദ്യപിക്കുന്നയാളാണ് ദാസൻ. ഒരാൾ വിളിക്കുകയാണ്, എടാ ദാസ, നീ അവിടെ എന്ത് ചെയ്യുകയാണ്? ഇങ്ങോട്ടൊന്ന് വന്നേ, ഇത് എണ്ണയിട്ടും തീരുന്നില്ല. എടാ തീറ്റ പണ്ടാരം എന്ന് വിളിക്കുമ്പോൾ ദാസൻ ഡേ എന്നും പറഞ്ഞ് ചാടി എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് ആടി അവരുടെ അടുത്തേക്ക് വരികയാണ്. നേരം മറ്റേയാൾ ചോദിക്കുകയാണ്, എടാ നീ എന്ത് വിവരക്കേടാണ് ഈ കാണിച്ചത്? ഈ സമയം രാത്രിയായതൊന്നും അറിഞ്ഞില്ലേ? അയ്യോ എന്റെ ഇക്ക ഉള്ളതാണല്ലോ, ഞാനതങ്ങ് വിട്ടുപോയി. ഇനിയിപ്പോ ആ വൃത്തികെട്ടവൻ കുടിച്ച കള്ള് മുഴുവൻ ഞങ്ങളുടെ തലയിലേക്ക് ഛർദ്ദിക്കും. രാത്രി അവനാണ് ബോസ്, പകല് നീയും. ഇനി നീ അങ്ങ് അനുഭവിച്ചാൽ മതി. നേരം ദാസം വന്ന് ചോദിക്കുകയാണ്, എന്നെ കാശെണ്ണാൻ വിളിക്കാനുള്ള ധൈര്യം നിനക്ക് എവിടെ നിന്ന് കിട്ടിയടാ? അറിയാതെ വിളിച്ചു പോയതാണ്, സോറി. നിന്റെ സോറി ഇവിടെ ആർക്ക് വേണം? ഇപ്പോ പകലോ രാത്രിയോ? അത് പറഞ്ഞേ. രാത്രി. രാത്രി ആരാണ് ബോസ്? അത് നിനക്കറിയില്ലേ? ഇപ്പോഴെന്ന് പറയുമ്പോൾ മറ്റേയാളോട് ദാസ് പറയാണ്, ഇയാൾ മിണ്ടരുത്. എടാ നിന്റെ പേരെന്താണ്? കമലൻ എന്നായിരുന്നു. എന്റെ പേരെന്താ? ദാസൻ. അത് പകല്. രാത്രിയിൽ ആരാണ്? ദാസൻ. ആരാണ് ബോസ്? ദാസൻ ഞാൻ, ബോസ് നീ. അതാണെന്ന് പറയുകയാണ് ദാസൻ. മര്യാദക്കിരുന്ന പണമെണ്ണടാന്ന് കമലനോട് ദാസൻ പറയുകയാണ്. മറ്റേയാളോട് ദാസൻ ചോദിക്കാണ്, ഇയാളിപ്പോ എന്തോ പറഞ്ഞായിരുന്നല്ലോ ഞാൻ കുടിച്ച കള്ളിനെ കുറിച്ച്. ആഹാ, ഇതിപ്പോ എന്റെ തലയിലായോ? ഈ പണം എവിടെ നിന്നാണ് വരുന്നതെന്നറിയാമോ? കമലൻ പറയാണ്, അത് കച്ചവടക്കാരുടെ കയ്യിൽ നിന്നും പിരിച്ചതല്ലേ. എടാ പിച്ചക്കാരാ, എന്റെ പോക്കറ്റിൽ നിന്നാണ്. എന്റെ പോക്കറ്റിൽ നിന്നോ? അതെ, എന്റെ പോക്കറ്റിൽ നിന്നാണ്. ഞാൻ കുടിച്ചതേ നാടൻ കള്ളല്ല, വിദേശ മദ്യമാണ്. വിദേശമദ്യം വിദേശിയാണെന്നും പറഞ്ഞ് സ്വദേശത്തുണ്ടാകുന്നത് പോട്ടെ, 50 രൂപയുടെ മദ്യമാണ് ടാക്സ് അടക്കം കൊടുത്തിട്ട് 500 രൂപ കൊടുത്ത് ഈ ഞാൻ കുടിക്കുന്നത്. അപ്പോ ഈ പണമില്ലെങ്കിൽ സർക്കാർ മുന്നോട്ട് പോകുമോ? ആൾക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പറ്റുമോ? ആൾക്കാർക്ക് ശമ്പളം കൊടുത്തില്ലെങ്കിൽ അവര് പഴവും പച്ചക്കറിയും ഒക്കെ വാങ്ങിക്കുമോ? ഇല്ല. അപ്പോ ഈ കച്ചവടക്കാരുടെ കയ്യിൽ കാശില്ലെങ്കിൽ നീയൊക്കെ എവിടെ നിന്നെടുത്ത് പിരിക്കും? അത് പറ. ഇങ്ങോട്ട് മാറിയെന്നും പറഞ്ഞ് കമലനെ പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് ദാസൻ അവിടെ ഇരിക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ പണം മുഴുവൻ എന്റെ ആണെടാന്നും പറഞ്ഞ് പണമൊക്കെ എടുക്കുകയാണ് ദാസൻ. അതൊക്കെ കഴിഞ്ഞ് കമലൻ ചെന്ന് വിഷ്ണുവിനോട് ചോദിക്കുകയാണ്, ആശാനെ, സത്യാമ്മയുടെ പണം മുഴുവൻ ഈ ജലപിശാച് അടിച്ചുകൊണ്ട് പോകും. കാശ് മുഴുവൻ അവന്റേതാണെന്നാണ് പറയുന്നത്. ഏതോ സ്വപ്ന ലോകത്തിൽ ഇരിക്കുന്നത് പോലെ വിഷ്ണു പറയുകയാണ്, എന്നാൽ അതങ്ങ് കൊടുത്തേക്കാനോ? വീണ്ടും വിഷ്ണു പറയാണ്, എന്താ ഒരു ചിരി, എന്താ ഒരു ഉന്നം. ആഹാ, അവളാള് സൂപ്പറാണ്. ഇത്രയും നല്ലൊരു പെൺകുട്ടിയെ സ്നേഹിച്ചില്ലെങ്കിൽ പിന്നെ വേറെ ആരെയാടാ ഞാൻ സ്നേഹിക്കേണ്ടത്? അതെ, ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം കാണണം. ഇവൻ ഈ കാശ് മുഴുവൻ അടിച്ചു മാറ്റുമെന്നാണ് തോന്നുന്നത്. പണമൊക്കെയായി കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് ദാസൻ. അന്നേരം കമലം പറയുകയാണ്, അതിലും വലിയ വേറൊരു പ്രശ്നം ഇവിടെ കിടക്കുവല്ലേ. ആശാൻ ഇപ്പോഴും പകലത്തെ മാർക്കറ്റിൽ തന്നെ നിൽക്കുവാണ്. നേരമിരുട്ടിയതൊന്നും അറിഞ്ഞിട്ടില്ല. ഇതവള് തലയിൽ കയറി മട്ടാണ്. ഇത് ആശാനെയും കൊണ്ടേ പോകൂ. വീണ്ടും വിഷ്ണു പറയുകയാണ്, എന്താ ഒരു ഉശിര്, എന്താ ഒരു ഉന്നം. വീണ്ടും ഓർത്തോർത്തിരിക്കുകയാണ് വിഷ്ണു. ഇത്രയുമാണ് നാളത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.